ലവ് അല്ലേ? എനിക്ക് അവരോട് ഇഷ്ടമുള്ളതുകൊണ്ടാ എനിക്ക് അവരെ മിസ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് എന്നോട് അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്തുകൊണ്ടാവാൻ പാടില്ല? ഇപ്പൊ അവിടെയും തുടങ്ങി കാണും. പയ്യനും വഴി തെറ്റിന്നാ തോന്നുന്നേ. നീ എന്തിനാ നെഗറ്റീവായിട്ട് ആലോചിക്കുന്നേ? ഇപ്പൊ നിനക്ക് ശരിക്കും അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ടേ. മൊബൈലില് ഏതെങ്കിലുമൊക്കെ പൊട്ട പടങ്ങളും കണ്ട് രാത്രി മുഴുവൻ അതിനെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ട് ഇപ്പൊ എന്റെ തല തിന്നാൻ വരുവാണോ? അയ്യോ, അങ്ങനെ അല്ലടി മുതുക്കി. ഇപ്പൊ നീ ഇതിനെപ്പറ്റി ഇനി എന്തെങ്കിലും സംസാരിച്ചാ ശരിക്കും നിന്നെ കുമ്പളങ്ങി അരിയുന്നത് പോലെ പീസ് പീസാക്കി കളയുഞ്ഞ. ഒന്ന് എഴുന്നേറ്റ് പോവാൻ നോക്ക്. വന്നിരിക്കുന്നു. മിസ് ചെയ്യുന്നത്ര മിസ് ചെയ്യുന്നു. ആർക്കാണ് ഇത്ര മിസ്? ഞാനും അത് തന്നെയാ പറഞ്ഞത്. മിസ് യു നിനക്ക് കാണാൻ പറ്റില്ലെന്ന്. വീണ്ടും മെസ്സേജ് തീർച്ചയായിട്ടും വരും. അപ്പൊ നിനക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ പരമ്പരയാണ് സത്യം. വേദാന്ത്, നീ എന്താ വല്ലാതിരിക്കുന്നേ? എന്തു പറ്റി? നിനക്കെന്താ സുഖമില്ലേ? ഇല്ലമ്മേ, ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. കുറച്ച് ജോലി ഉണ്ടായിരുന്നു, ഞാൻ പെട്ടെന്ന് ഇറങ്ങുവാണേ. വേദാന്ത്, ഒരു മിനിറ്റ്. നാളെ ജോത്സ്യരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ നീയും ഓഫീസിൽ നിന്ന് നേരത്തെ വരണം. ജോത്സ്യൻ എന്തിനാ വരുന്നേ? ഏതെങ്കിലും വിശേഷമുണ്ടോ? വിശേഷമുണ്ടല്ലോ. നിന്റെയും സാഹിത്യയുടെയും വിവാഹത്തിന് മുഹൂർത്തം കുറിക്കണം. അയ്യോ, വീട് പറഞ്ഞത് സീരിയലിൽ നല്ല ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് നോക്കട്ടെ. പറഞ്ഞത് അമ്മോ, നീ എന്താ ഓഫീസിലൊന്നും പോവാത്തത്? ഞാൻ ഇന്ന് പോകുന്നില്ല. നീ അങ്ങനെയൊന്നും പോകാതിരിക്കുന്നല്ലോ. എന്തു പറ്റി? അവക്ക് പനി. പനിയോ? അയ്യോ, തൊടണ്ട. ഒന്നും മിണ്ടായിരിക്കേ. പനിയില്ല, ഒന്നുമില്ല. എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നേ? പ്രേമപ്പനി. എന്തിനാ പിള്ളേരെ എപ്പോഴും ഇങ്ങനെ വഴക്കിട്ടോണ്ടിരിക്കുന്നത്? കുറച്ചു നേരം ഒന്നും മിണ്ടായിരിക്കും നിങ്ങള്. ഞാൻ നിർത്തി. അമ്മോ, ഞാൻ വണ്ടിയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ ഒന്ന് പുറത്തോട്ട് പോവാ. അത്രയ്ക്ക് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇവൾക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. മനസ്സിലായോ? നീയാണോ കൊച്ചെ പറഞ്ഞേ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ പറയണ്ടാന്ന്. ഞാനേ റേഡിയോ ഒന്നും അല്ല. ഞാൻ എന്തെങ്കിലും അറിഞ്ഞ നാട്ടുകാർ മൊത്തം അറിയുന്നൊന്നും വിചാരിക്കണ്ട. ഇവളൊന്നും പറഞ്ഞില്ല, ഞാനാ കേട്ടത്. നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നായിരുന്നു എന്റെ ഒരു പേടി. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം മറച്ചു വെച്ചേ. ആരൊക്കെ അറിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങളുടെ അച്ഛൻ മാത്രം ഇതൊന്നും അറിയാൻ പാടില്ല. ഒത്തിരി സങ്കടപ്പെടും അദ്ദേഹം. ശരി അമ്മേ, ഞങ്ങൾ ആരടുത്തും പറയില്ല. വെറുതെ തലപുണ്ണാക്കണ്ട. ശരി, ഞാൻ പോയിട്ട് വരവേ. നിങ്ങൾ വീട് നോക്കണേ. ശരി, പൊക്കോ. പോയിട്ട് വാന്ന് പറ. പോയിട്ട് വാ പ്രേമി. അടിക്കും. എപ്പോ നോക്കിയാലും കൊരങ്ങന്മാരെ പോലെ വഴക്കിട്ടോണ്ടിരിക്കുന്നു. ന്യൂസ് വെക്കടി. വെക്കാൻ സൗകര്യമില്ലടി. ഡീന്നോ വെക്കടി. വെക്കാനല്ലേ പറഞ്ഞേ? നിന്നോടല്ലേ പറഞ്ഞ വെക്കാനായിട്ട്? അമൂല്യ, ഞാൻ റെഡിയാ. നിങ്ങൾ റെഡിയാണോ? ഓ, ഞാൻ എപ്പോഴാ റെഡി. ഞാൻ അമ്മ പറയുന്നത് കേട്ടു ചേട്ടാ. എനിക്ക് അത്ര ശരിയായിട്ട് തോന്നിയില്ല. ഒന്ന് വേർതിരിക്കാതെയാ. ഇപ്പൊ അവൻ കല്യാണച്ചക്കനാ. ഇപ്പൊ എല്ലാവരും ചീർപ്പയാണുള്ളതാ. ചേട്ടാ, ചേട്ടനും അങ്ങനെ തന്നെയാ. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും, എന്ത് തന്നെ ടെൻഷൻ ഉണ്ടെങ്കിലും, ഇനി എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിലും അതൊക്കെ മറന്ന് സന്തോഷത്തോടെ ഇരിക്കണം. ഞാനിപ്പോ പറഞ്ഞത് കറക്റ്റ് അല്ലേ ചേട്ടാ? അല്ലേ? ചിരിച്ചേ ചിരിച്ചേ. കമോൺ കമോൺ കമോൺ. ഷട്ട് അപ്പ് വിക്രാന്ത്. നോൺസെൻസ് പറയാൻ നിൽക്കണ്ട. നോൺസെൻസോ? പക്കാ സെൻസിബിൾ ആയിട്ട് ഞാൻ സംസാരിക്കുന്നത്. എന്റെ കല്യാണ സമയത്ത് ഞാൻ കുറച്ചൊക്കെ ടെൻഷൻ ആവുമ്പോ നീ എന്നെ എപ്പോഴും ഇങ്ങനെ ചീറപ്പ് ചെയ്യാറില്ലേ? എനിക്കൊരു പോളിസി, നിനക്ക് വേറെ പോളിസിയോ? എന്റെ ചേട്ടൻ അവന്റെ കല്യാണ സമയത്ത് ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. നീ ഇപ്പൊ ചിരിച്ചേ പറ്റുള്ളൂ, കാരണം ഇത് നിന്റെ കല്യാണമല്ലേ. സ്റ്റോപ്പ് ഇറ്റ് വിക്രാന്ത്.
നമ്മൾ രണ്ടാളെയും കാര്യത്തിൽ നല്ല വ്യത്യാസമുണ്ട്. ചുമ്മാ കമ്പയർ ചെയ്ത് സംസാരിക്കണ്ട. എന്ത് ഡിഫറൻസ് ഉള്ളേ? കല്യാണം കല്യാണം തന്നെയല്ലേ? പെൺകുട്ടി ഒന്ന് മാറിപ്പോയെന്ന് വെച്ച് എല്ലാം സെയിം സെയിം തന്നെയല്ലേ? നോ, സെയിം ടു സെയിം ആവാൻ ചാൻസേ ഇല്ല. കാരണം നിന്റെ ലക്ഷ്യം കല്യാണം മാത്രമായിരുന്നു. നീ ആരതിയെ ലവ് ചെയ്തതല്ലേ? പക്ഷെ എന്റെ കാര്യത്തിൽ ഇവിടെ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ വേദാന്ത്? എന്താ പറയാനുള്ളേ? എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. ഞാൻ കല്യാണം കഴിക്കില്ല. ചേട്ടൻ എന്താ ഈ പറയുന്നേ? ചേട്ടാ, ആർ യു സീരിയസ്? പക്ഷെ അതെങ്ങനെ നടക്കും വേദാന്ത്? നിങ്ങളുടെ എൻഗേജ്മെന്റ് ഓൾറെഡി കഴിഞ്ഞതല്ലേ? ഇനി കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതെ ഏട്ടാ, ഏട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിച്ച് ഞങ്ങള് വെറുതെ ഡിസപ്പോയിന്റ് ആക്കല്ലേ. നിങ്ങൾ ഞങ്ങളുടെ കല്യാണത്തിന് തിളങ്ങിയതുപോലെ ഞങ്ങൾ നിങ്ങളുടെ കല്യാണത്തിന് തിളങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത്. അതെ ചേട്ടാ, ചേട്ടന്റെ കല്യാണം ആയതുകൊണ്ട് എല്ലാരും കൂടി ഓടിച്ചാടി ഇങ്ങനെ സെലിബ്രേഷൻ ചെയ്യാന്നാ വിചാരിച്ചിരുന്നേ. ചുമ്മാ ഓരോന്ന് പറയാൻ നിൽക്കണ്ട. നീ വിചാരിച്ചു വെച്ച കാര്യങ്ങളൊക്കെ വളരെ തെറ്റാണ്. ചേട്ടാ ഒരു മിനിറ്റ്, നീ ഇങ്ങനെ പാതി സംസാരിച്ചിട്ട് സഡൻ ആയിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്ന കാര്യം നടക്കില്ല. ഞങ്ങൾ ഇത്രയും പേര് ചേട്ടനോടല്ലേ സംസാരിക്കുന്നേ? അത് ചേട്ടാ, നീ ശരിക്കും റിയാക്ട് ചെയ്യുന്നില്ല. എന്തു പറ്റി? എന്താ കാര്യം? അതെ വേദാന്ത്, നിങ്ങൾ പറഞ്ഞതിലും ഒരു അർത്ഥമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. എന്താന്ന് വെച്ചാ സാഹിത്യ കല്യാണം കഴിക്കില്ലെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? പോരാത്തതിന് എൻഗേജ്മെന്റ് വരെ. അതൊന്നും സത്യമല്ലായിരുന്നു. സത്യമല്ലെന്ന് പറഞ്ഞാൽ എന്താണ് ചേട്ടാ? ചേട്ടാ, ഞങ്ങക്ക് നിന്നെ ഇങ്ങനെ കാണാൻ പറ്റില്ല. കാര്യം എന്താന്ന് പറ പ്ലീസ്. വേദാന്ത്, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളോട് പറ. അതെ ഏട്ടാ, ഏട്ടിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞോളൂ. ഇങ്ങനെ ഒറ്റയ്ക്കെല്ലാം സഹിച്ച് മിണ്ടാതിരിക്കേണ്ട വേദാന്ത്. എന്താണെന്ന് വെച്ചാ പറഞ്ഞോ, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഒന്ന് ചുമ്മാ ഇരിക്കളിയാ. അങ്ങനെയൊന്നും ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ചേട്ടൻ വെറുതെ ഇങ്ങനെ ഡ്രാമ കളിച്ചോണ്ടിരിക്കുക. അവന് ഈ കല്യാണം ഇഷ്ടമാണ്. നമ്മളെല്ലാവരും അവന്റെ കല്യാണം ആയതുകൊണ്ട് അവനെ കളിയാക്കുന്നുള്ള പേടിയുണ്ട്. നീ ചേട്ടന്റെ മുഖത്തോട്ട് നോക്കി. ഗൗരവമാണെങ്കിലും നാണമൊക്കെ ഇടയ്ക്ക് മുഖത്ത് കാണുന്നില്ലേ? ചേട്ടൻ ഈ കല്യാണം ഭയങ്കര ഇഷ്ടമാ. അവൻ തന്നെ തേടി കണ്ടുപിടിച്ച പെൺകുട്ടീനെ കല്യാണം കഴിക്കാനായിട്ട് അവൻ ഇഷ്ടമുണ്ടാവില്ലേ? ഇതെല്ലാം നമ്മളുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാനുള്ള ചേട്ടനുണ്ടാക്കിയ പ്ലാൻ അല്ലേ? ചേട്ടന് സാഹിത്യം എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാ. ഞാൻ പറഞ്ഞ ശരിയല്ലേട്ടാ? യെസ് വിക്രാന്ത്, നിനക്കൊന്നും അറിയില്ല. ഇതൊക്കെ ഡ്രാമയാടാ. ഞാനും സാഹിത്യം തമ്മിലുള്ള ബന്ധം വെറും ഡീല് മാത്രമാ. ചേട്ടാ, ഏട്ടൻ ഈ പറയുന്നത് സത്യാണോ? ഐ മീൻ, അതെന്താന്ന് വെച്ചാ ഇനി പുതിയൊരു സ്റ്റോറി നീ ഉണ്ടാക്കാൻ നിൽക്കണ്ട. യെസ് ചേട്ടാ, ഞങ്ങൾക്കിപ്പോ സത്യം എന്താന്ന് അറിഞ്ഞേ പറ്റുള്ളൂ. നിങ്ങൾ തമ്മില് എന്താ ഡീല്? നിങ്ങൾ രണ്ടുപേരും കപ്പിൾസിനെ പോലെ നടന്നിട്ട് അതൊരു ഡീലാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തിനാന്ന് വെച്ചാ നിന്റെ കല്യാണം നടക്കാൻ. എന്റെ കല്യാണം ഉറപ്പിക്കാതെ നിന്റെ കല്യാണം നടത്താൻ പറ്റില്ലെന്ന് അമ്മ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? അത് മാത്രമല്ല, ഞാൻ വിചാരിച്ച പോലെ കല്യാണം നടക്കണമെങ്കിൽ ഇതും അത്യാവശ്യമായിരുന്നു. എന്താ പ്ലാൻ എന്ന് പറ വേദാന്ത്. മുത്തശ്ശിയെ കൺവിൻസ് ചെയ്യാൻ ഞാനും അമൂല്യം തമ്മിൽ ലവാന്ന് പറഞ്ഞില്ലേ? ആദ്യം അവളും ഓക്കെ ആയിരുന്നു. പിന്നെന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഡൽഹി പോയ സമയത്ത് എന്നെ കോൾ ചെയ്ത് അവൾക്ക് ഈ ഡ്രാമ കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവളാകെ ഇമോഷണൽ ആയിട്ടാണ് സംസാരിച്ചത്. അവൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അത് കേട്ടപ്പോ എനിക്ക് ഒരുപാട് വിഷമമായി. അതേസമയം അമ്മ വേറെ പെൺകുട്ടി ആലോചിക്കായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ആരതിയുടെയും വിക്രാന്തിന്റെയും കല്യാണം നടക്കില്ലായിരുന്നു. ഐഡിയ എങ്ങനെയുണ്ട്? ഐഡിയ ഒക്കെ നന്നായിട്ടുണ്ട്.
പക്ഷെ നമ്മളിങ്ങനെ ഇന്ത്യൻ സ്റ്റൈൽ പിസയൊക്കെ ഉണ്ടാക്കി ആൾക്കാർ കഴിക്കോ? ഉറപ്പായും കഴിക്കും. എന്താന്ന് വെച്ചാ ടേസ്റ്റ്, രണ്ടാമത്തെ ഹെൽത്ത്, മൂന്നാമത്തെ കാരണം പിസയുടെ വിലക്കുറവ്. എല്ലാ തരത്തിലും ബെറ്റർ ആയിട്ടുള്ള നമ്മുടെ പിസയ്ക്ക് ഇവിടെ ഉറപ്പായിട്ടും വില കിട്ടും. കുറവാണെങ്കിലും 100-150 രൂപ ആവില്ലേ? ഉറപ്പായിട്ടും അത്രയൊന്നും ആവില്ല. സത്യം പറയുകയാണെങ്കിൽ അതിന്റെ പകുതി പോലും ആവില്ല. അങ്ങനെയാണോ? അതെങ്ങനെ? ഞാൻ എല്ലാ കണക്കുകളും കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ പിസയ്ക്ക് 8 ഇഞ്ചേ ഉള്ളെങ്കിലും 35 രൂപ മതിയാവും. നമ്മളതിന് കുക്കിംഗ്, കൂലി, പാക്കിംഗ് എല്ലാം കൂട്ടിയാലും 50 രൂപയാവുള്ളൂ. ഇത് പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ല, MRP യാ പറയുന്നേ. നമ്മൾ 50 രൂപ കൊടുത്താലും ഉറപ്പായിട്ട് നമുക്ക് നല്ല ലാഭം കിട്ടും. തുടക്കത്തിൽ നമുക്ക് മാർജിൻ കുറവാണെങ്കിലും കുഴപ്പമില്ല. ഒരു പ്രാവശ്യം ഇത് മാർക്കറ്റിൽ ഹിറ്റ് ആയാൽ സെയിൽസ് കൂടി വലിയ ലാഭം തന്നെ കിട്ടും. അതെല്ലാം ശരിയാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ റേറ്റിൽ നമുക്ക് വിൽക്കാൻ പറ്റില്ലല്ലോ. കാരണം ചീസിന് തന്നെ അത്രയും റേറ്റ് വരില്ലേ? അതുമാത്രമല്ല ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാനും പറ്റില്ല. നമുക്ക് നമ്മുടെ കസ്റ്റമറിന്റെ ഹെൽത്തും ഇമ്പോർട്ടന്റ് അല്ലേ? അങ്ങനെയുള്ളപ്പോ കണക്ക് എങ്ങനെ വർക്കാവാനാ? ചീസ് ഇട്ടേ പറ്റൂ എന്നൊന്നുമില്ലല്ലോ. പിസ്സ എന്ന് പറയുമ്പോ തന്നെ ചീസ് അല്ലേ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കണ്ണ? നമ്മൾ ചീസ് ചേർത്തില്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് തന്നെ ഒരുപാട് മാറിപ്പോവില്ലേ? ഡയറക്റ്റ് ആയി ചീസ് ഉപയോഗിക്കേണ്ട. ചീസിന് പകരമായിട്ട് നമ്മുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും കിട്ടുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയെങ്കിൽ പറ. ഹലോ, ഇത് സ്കൂളല്ല, ഞാൻ നിങ്ങളുടെ ടീച്ചറും അല്ല. സജഷനാ ചോദിച്ചത്, ചോദ്യമല്ല. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ പറയാം. എനിക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാൻ ഭ്രാന്താ? അമൂല്യ, നിങ്ങൾ തന്നെ നോക്ക്. ഒരേ ഒരു വാക്യ സംസാരിച്ചോളൂ, അപ്പോഴേക്കും ഇവരുടെ സ്വഭാവം മാറി. എന്താ വേറെ ആയത്? എല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. നിന്റെ തലയിലെ കെമിക്കൽ റിയാക്ഷൻ കൂടുതലാവുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എടി കൊരങ്ങേ, ഒന്നും മിണ്ടാതിരിക്കാവോ? എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറ, അല്ലെങ്കിൽ വെറുതെ വഴക്കിടരുത്. എന്റെ അടുത്ത് ഇച്ചിരി ബഹുമാനത്തോടെ പെരുമാറിയാൽ എന്താ? വെറുതെ ഷൗട്ട് ചെയ്യും. അമൂല്യ പറഞ്ഞത് ഇവർക്ക് ഏത് ആംഗിളിലാ പൊളൈറ്റ് ആയിട്ട് തോന്നിയത്? എന്താ ഇങ്ങനെ മുഖം നോക്കിയിരിക്കുന്നേ? ആലോചിക്കേ. ചേച്ചി, ഇതിന്റെ പാലിൽ നിന്ന് എങ്ങനെയാ പനീർ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ശരിക്കും നല്ലതാ. പക്ക ചീസ് പോലെ അല്ലെങ്കിലും നന്നായിട്ടുണ്ടാവും. ആക്ച്വലി അതൊരു നല്ല ഐഡിയ. അപ്പോ എല്ലാം സെറ്റ് ആയാലോ? ഇനി തുടങ്ങിയാൽ മാത്രം മതി. ഇത്രയും മതിയാവില്ലല്ലോ. നമ്മൾ വിചാരിക്കുന്നത് പോലെ അമ്മയുടെ ഐഡിയ വെച്ചിട്ട് നമുക്ക് ഇതൊരു പ്രാവശ്യം വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കിയാലല്ലേ പറയാൻ പറ്റുള്ളൂ. യെസ്, ഉറപ്പായിട്ടും ചെയ്യണം. നിങ്ങൾ ലിസ്റ്റ് റെഡിയാക്ക്, ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാം. ശരി, ഇതാ ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കി തരാം. ഓക്കെ. ഹലോ, നീ ഇതുപോലെ സൂക്ഷിച്ചു നോക്കിയാലേ അമ്മ അവനെ ദൃഷ്ടി ഒഴിഞ്ഞിടേണ്ടി വരും. വെറുതെ ഇരിക്കടി ഓരോന്ന് പറയാതെ. അമൂല്യ അവളുടെ വിഷമം പറഞ്ഞുകൊണ്ടാ ഞാൻ സാഹിത്യമായിട്ടുള്ള ഡീൽ ഉറപ്പിച്ചു വെച്ചത്. പക്ഷെ നിനക്ക് എവിടെ തെറ്റുപറ്റിനാ തോന്നുന്നേ? ഇത് ഡീലാണെന്ന് ഇപ്പോഴല്ലേ പറയുന്നേ? പക്ഷെ അമ്മ ഇത് സത്യമാണെന്ന് കരുതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ. അതെ ചേട്ടാ, ചേട്ടനിത് ആദ്യം തന്നെ എല്ലാവരോടും പറയണമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഈ എൻഗേജ്മെന്റ് കൂടെ നടക്കില്ലായിരുന്നു. ഞാനും ഈ കാര്യം പറയാൻ വന്നതാ വിക്രാന്ത്. പക്ഷെ അന്ന് അമ്മ ഒരു ആക്ഷൻ എടുക്കുന്ന ഞാൻ തീരെ വിചാരിച്ചില്ല. അതും നിങ്ങളുടെ റിസപ്ഷന്റെ സമയത്ത് ഞാൻ പെട്ടുപോയില്ലേ? അപ്പോ അത് വിട്ടേക്ക് ഏട്ടാ. ഇപ്പൊ ഡീൽ ചെയ്ത ആളെ തന്നെ നീ കല്യാണം കഴിക്കാൻ പോവാണോ? അങ്ങനെ ഒരു ആവശ്യം വേണ നീ അതും ചെയ്യോ? നോ ആദ്യ, അങ്ങനെയൊന്നും ചെയ്തിട്ടേ ഇല്ല. പക്ഷെ ഇനി ഈ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാൻ എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. ഞാനാണെങ്കിൽ അമ്മയെ വിഷമിപ്പിക്കില്ല എന്ന് പ്രോമിസും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഡീലിന്റെ കാര്യം എന്താ? അതല്ല ഞാൻ പറഞ്ഞത് വിക്രാന്ത്. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അമ്മ എപ്പോഴെങ്കിലും നല്ല മൂഡിൽ ഇരിക്കുമ്പോ ഇതൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിക്കാം. സോ പ്ലീസ് അതുവരേക്കും ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ.
ഏയ് കൂടുതൽ ഡാൻസ് കളിക്കാറായിട്ടില്ല. സോറി. ഏയ് ചേട്ടാ, എങ്ങനെയുണ്ട് ഇതൊക്കെ? ഞങ്ങളെപ്പോഴേ പറഞ്ഞില്ലേ എല്ലാം നോക്കിക്കോളാന്ന്. ചേട്ടനിപ്പോ എങ്ങനെ പോയെന്ന് നോക്കി. അങ്ങനെയാണെങ്കിൽ സാഹിത്യ കണക്കിലല്ല. ആ സാഹിത്യം നമ്മുടെ കണക്കിലേ ഇല്ലായിരുന്നു. എന്താ കള്ളന്മാരെ പോലെയാണല്ലോ കയറി വരുന്നേ? അഡ്രസ് തെറ്റി വന്നാണെന്ന് തോന്നുന്നു. നിങ്ങൾ ആരെ കാണാനാ വന്നത്? അമൂല്യുണ്ടോ? അവരെ വേണ്ടത്. എന്റെ കാര്യമാണല്ലോ ഇവര് ചോദിക്കുന്നേ. ഞാനാണെങ്കി ഇവര് കണ്ടിട്ടേ ഇല്ല. ഇവരാരായിരിക്കും? അമൂല്യം ഒന്ന് വിളിക്കാൻ പറ്റുമോ? ഹലോ, ആദ്യം കാര്യം എന്താണെന്ന് ചോദിച്ചത് ഞാനല്ലേ? നിങ്ങൾ ആരാ, എന്തിനാ വന്നേന്നുള്ള കാര്യം ആദ്യം പറ. സംസാരിക്കണ കണ്ട മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? അവളാണ് ഇവൾ, ഇവളാണ് അവൾ. ചേച്ചി നിങ്ങൾക്കൊരു വലിയ നമസ്കാരം. ചേച്ചി ഞങ്ങളോട് ക്ഷമിക്കൂ. ഉറപ്പായിട്ടും വഴിതെറ്റി വന്നവരെ ഇവര്. ഇന്ന് നിങ്ങളുടെ ദർശനം കിട്ടുമോന്നോർത്ത് ടെൻഷനായിരുന്നു ചേച്ചി. ജീവിതം ധന്യമായി. നിങ്ങൾ വളരെ വലിയ ആളാട്ടോ. എടോ, കുറച്ച് മര്യാദയ്ക്ക് തന്ന് നല്ല രീതിയിൽ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ എന്താ മറുപടി പറയാൻ പറ്റില്ലേ? നിങ്ങളൊക്കെ ആരാ? എന്തിനാ ഇങ്ങോട്ട് വന്നേ? ചേച്ചി ഞങ്ങള് ചേച്ചിയുടെ ഫാൻസാ. ഓ, നിന്നെയൊക്കെ മര്യാദയ്ക്ക് കാര്യം എന്താണെന്ന് പറയുന്നു, അത് ചോദിക്കേണ്ട പോലെ ചോദിക്കണം. ചേച്ചി ഞങ്ങൾ നിങ്ങളുടെ ഫാൻസ് ആണ് ചേച്ചി. ദയവേത് ഞങ്ങളെ വിശ്വസിക്കണം. വേണമെങ്കിൽ ഡൈഹാർഡ് ഫാൻസ് ഒന്ന് കരുതിക്കോ ചേച്ചിയെ. ഫാൻസോ?